തന്നിൽ നിന്ന് എന്നേക്കുമായി അഞ്ജലി വിട്ടുപോകാനായിട്ട് പോവുകയാണ് എന്നുള്ള സത്യം അർജുൻ തിരിച്ചറിയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ കുറച്ചധികം ആശങ്കകളാണ് നമുക്ക് സമ്മാനിക്കുന്നുള്ളത്. എന്താണെങ്കിലും അതിന്റെ കാര്യങ്ങളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ പ്രൊമോ ഇട്ടപ്പോൾ അതിലൊരു കമന്റ് ചെയ്യാൻ കണ്ടിരുന്നു. അതായത് പത്മയുടെ ജീവൻ ഇല്ലാതാകുമോ എന്നൊരു ആശങ്ക നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ ഇങ്ങനെ പങ്കുവെച്ചിരുന്നു കേട്ടോ. അപ്പൊ അത് അയാൾക്കുള്ളത് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആശങ്കയാണ് പത്മയുടെ ജീവൻ അപകടത്തിലാകുമോ എന്നുള്ളത്. കാരണം കാക്കാത്തിയമ്മ വന്നിട്ട് പറയുന്നുണ്ട്, അതായത് ഒരാൾക്ക് തിരുമണവും ഒരാൾക്ക് മരണവുമാണ് നടക്കാൻ പോകുന്നത് എന്ന്. ശരിക്കും അത് നമ്മളെ നല്ല രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെ ഒന്നും നടക്കാതെ ഇരിക്കട്ടെ. ആകെ കൂടി ഒരു പ്രതീക്ഷ എനിക്കുണ്ട് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടുവാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ പ്രധാനമായിട്ടും ഇന്ന് നമ്മുടെ അഞ്ജലിയുടെ വീട്ടിൽ നിന്നും മാറ്റം, അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ജലി നമ്മുടെ പത്മയെ വിളിച്ചിട്ട് അർജുന്റെ അടുത്ത് ഏൽപ്പിക്കണം. അപ്പൊ അർജുൻ ഓൾറെഡി കോണ്ടാക്ട് ചെയ്തിരുന്നു, അഞ്ജലി ഓൾറെഡി അർജുനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പം അർജുൻ എത്തിച്ചോളാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അഞ്ജലിയുടെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ പത്മയും കൂട്ടി അഞ്ജലി വീട്ടിൽ നിന്ന് ഇറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതിനു മുമ്പായിട്ട് സത്യം പറഞ്ഞ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കട്ടിയ സീനുകൾ എന്ന് പറയുന്നത് ശംഖുചക്രം തറവാട്ടില് നമുക്കറിയാം അനുപമ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ അർജുനോട് പറഞ്ഞിരുന്നു. അപ്പൊ അർജുൻ രാവിലെ വരും. ആ ഒരു സമയത്ത് നമ്മുടെ അർജുൻ ജീൻസ് ഒക്കെ ധരിച്ചാണ് വരുന്നത് കേട്ടോ. അപ്പത്തേനും അനുപമ പറയും, ജീൻസ് ഒക്കെ ധരിച്ചാണോ അമ്പലത്തിൽ വരുന്ന അർജുനെ? നീ ഒരു മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നല്ല അമ്പലത്തിൽ വരുന്ന രീതിയിൽ വാന്നൊക്കെ പറയും കേട്ടോ. അപ്പോ അർജുൻ ആരേക്കും ചേച്ചി പറഞ്ഞതല്ല, എന്താണെങ്കിലും അനുസരിച്ചേക്കാം എന്ന രീതിയിലൊക്കെ പോകും. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഗോവിന്ദനുണ്ണി വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ എന്ന ഗോവിന്ദനുണ്ണി ചിന്തിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും അനുപമയുടെ ചതിയിൽ നമ്മുടെ പാവ അർജുൻ വീണു പോയി എന്നുള്ളതാണ് കേട്ടോ. നമുക്കറിയാം അർജുൻ സത്യസന്ധനാണ്, ആരെയും ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ അർജുൻ നോക്കുമ്പോ അബിയുടെ ഭാര്യയാണ്, ചേട്ടത്തി അമ്മയാണ്. അപ്പൊ ആ രീതിയിലൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ അർജുൻ ആ ഒരു ട്രാപ്പിൽ വീണു പോയത് കേട്ടോ. എന്താണെങ്കിലും അർജുനെ അമ്പലത്തിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പോ ഇതൊക്കെയാണ് ആദ്യം കാട്ടിയത്. പിന്നീടാണ് ഞാൻ പറഞ്ഞ സീനുകൾ, പത്മേനെയും കൊണ്ട് അഞ്ജലി പോകുന്ന സീനൊക്കെ അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് ഈ കാക്കാത്തിയമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ കാക്കാത്തിയമ്മയെ കാണുമ്പോൾ സത്യം പറഞ്ഞ അഞ്ജലി ഒരു ഇച്ചിരി പുച്ഛത്തോടെ അല്ലേ കാക്കാത്തിയമ്മയെ കാണുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു പോയി എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം അഞ്ജലിയുടെ കണ്ണിൽ അങ്ങനെയാണ്. അഞ്ജലി ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ ആ ഒരു രീതിയിലൊക്കെ കാര്യങ്ങള് ഒരു നേരെ പോ ആ ഒരു സെറ്റപ്പിലെ കാര്യങ്ങളെ കാണുന്നത്. പ്രത്യേകിച്ചു അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില വിശ്വാസങ്ങളെ അത്ര ഇതായിട്ട് കാണുന്നില്ല കേട്ടോ നമ്മുടെ അഞ്ജലി. കാരണം ഇന്ന് പത്മയും കൊണ്ട് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് വിളക്ക് കത്തിച്ച് ഇറങ്ങുന്ന ആ ഒരു സമയം വിളക്ക് കിട്ടുപോയിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ പത്മയും അഞ്ജലിയുടെ അമ്മയൊക്കെ ആകെ ടെൻഷൻ അടിച്ച് ആരെയൊക്കെ വിഷമിച്ച് പോകുമ്പോഴും അഞ്ജലി അത് അത്ര കാര്യമാക്കിയിട്ടില്ല കേട്ടോ. അഞ്ജലി അത് പറയും, അത് കാറ്റ് ഒന്ന് കെട്ടുപോയതാണ്, അത്ര വലിയ കാര്യമൊന്നുമില്ല, വിളക്ക് വീണ്ടും കത്തിച്ചാൽ മതി എന്നൊക്കെ പറയും. അപ്പൊ അത് എല്ലാവരും അങ്ങനെ വിടും. പക്ഷെ ഇത് ചില സൂചനകളാണ് എന്ന രീതിയിലേക്കാണ് തോന്നുന്നത് കേട്ടോ. എന്തോ വലിയൊരു അപകടം അഞ്ജലിയെയും അതുപോലെ പത്മയൊക്കെ തേടി എത്താൻ പോകുന്നു എന്നുള്ളതിന്റെ ചില സൂചനകൾ ദൈവമായിട്ട് കൊടുത്തതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കും തോന്നിയത് കേട്ടോ. അപ്പം ഈ ഒരു സമയം സ്കൂട്ടറിൽ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പത്മയും കയറ്റി അഞ്ജലി പോകുന്ന സമയത്ത് കുറച്ച് ദൂരം എത്തുമ്പോഴാണ് പത്മയുടെ കയ്യിൽ നിന്നും താഴേക്ക് വീഴുന്ന സീൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഇറങ്ങുന്നു. ബാഗൊക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എവിടെ നിന്നോ ഈ കാക്കാത്തി അമ്മ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോ കാക്കാത്തി അമ്മയോട് ആ ഒരു സമയം കുറച്ച് ടോക്ക് ഉണ്ടാവുകയാണ് അഞ്ജലിയും കാക്കാത്തി അമ്മയും. പത്മ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പത്മയ്ക്ക് കാക്കാത്തി അമ്മയാണെന്നറിയാം, പക്ഷെ അത്ര വലിയ പരിചയമൊന്നുമില്ല, സംസാരിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അഞ്ജലി എന്താ പറയാ,
ഒട്ടും വിശ്വാസം ഇല്ലാത്ത രീതിയിലാണ് കാക്കാത്തിയമ്മയോട് സംസാരിക്കുന്നത്. അന്ന് കല്യാണം 1 മാസത്തിനുള്ളിൽ നടക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി, 1 മാസം കൂടുതലായ എന്ത് കല്യാണം നടക്കാത്തതെന്നൊക്കെ വളരെ പുച്ഛമായിട്ട് രീതിയിലാണ് കാക്കാത്തിയമ്മയോട് നമ്മുടെ അഞ്ജലി സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ പത്മ പറയുന്നുണ്ട് നമുക്ക് ഉടനെ ഇവിടുന്ന് പോവാൻ ചേച്ചി, നമുക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാക്കാത്തിയമ്മനെ വളരെ പുച്ഛമായ രീതിയിലൊക്കെ നമ്മുടെ അഞ്ജലി ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് കാക്കാത്തിയമ്മ പറഞ്ഞ വാക്കുകള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അഞ്ജലിയെയും പത്മിയെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അതായത് കാക്കാത്തിയമ്മ പറയുന്ന കാര്യങ്ങൾ, അതായത് അതായത് അന്നൊരു കല്യാണം അഞ്ജലിക്ക് വന്നുവെങ്കിലും അത് അഞ്ജലിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അത് കളഞ്ഞു പോയത്. പക്ഷേ കാക്കാത്തി അമ്മ പറയുന്ന ഒരു കല്യാണം എന്ന് പറയുന്നത് അഞ്ജലിക്ക് ഇഷ്ടമുള്ള ആളുമായിട്ടുള്ള കല്യാണം. അതൊരു 1 വാരം 2 വാരത്തിനുള്ളിൽ നടക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ഇന്ന് കൂടി നടന്നേക്കാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അഞ്ജലിയും അതുപോലെ പത്മയും പോകുന്ന വലിയൊരു ആപത്തിലേക്കാണ് എന്ന സൂചനയും കാക്കാത്തി അമ്മ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവും. അപ്പോൾ അതായത് കാക്കാത്തിയമ്മ പറയുകയാണ്, ഒന്ന് തിരുമണം നടക്കും, ഒന്ന് മരണവും നടക്കും എന്ന് പറയട്ടോ. അത് പത്മയെ പറ്റി പറയുമ്പോഴാണ് ഒരു മരണം നടക്കും എന്ന രീതിയിൽ, അതായത് പത്മയുടെ മരണം നടക്കും എന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡയലോഗ് വന്നു കഴിഞ്ഞപ്പോൾ, അതായത് വലിയൊരു ആപത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഞ്ജലിക്കും ഭയങ്കര ടെൻഷനായി തുടങ്ങി. അപ്പോൾ ഈ കാക്കാത്തിയമ്മ പറഞ്ഞ് എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് എന്നൊക്കെ നമ്മുടെ അഞ്ജലി ചോദിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നെഞ്ചിൽ വലിയൊരു തീ കോരിയിട്ടിട്ടാണ് ഈ കാക്കാത്തിയമ്മ നടന്ന് നീങ്ങുന്നത് കേട്ടോ. അപ്പൊ അത് കേട്ടിട്ട് ഈ കാക്കാത്തി അമ്മയുടെ വാക്കുകളെല്ലാം ഇങ്ങനെ ചെവിയിൽ മുഴങ്ങി കേൾക്കുകയാണ് നമ്മുടെ അഞ്ജലിയുടെയും പത്നിയുടെയും. പക്ഷെ നമുക്ക് അപ്പോഴും ഒരു പ്രതീക്ഷ ബാക്കിയുണ്ട്. അതായത് കമന്റിലൊക്കെ പറയുന്നുണ്ട്, അതായത് പത്മ മരണപ്പെട്ട് കഴിഞ്ഞാൽ വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്, അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പലരും പറയുന്നത് കണ്ടു. അപ്പൊ അങ്ങനെ ഉണ്ടാകുകയില്ല എന്നൊരു പ്രതീക്ഷ എനിക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാക്കാത്തിയമ്മ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് അഞ്ജലിയോടും പത്മയോടും പറയുകയാണ്, നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ആ മുരുകൻ അമ്പലത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാനായിട്ട്. മുരുകനാണ് നിങ്ങളെ രക്ഷയ്ക്കെത്താൻ ഇനിയുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോ അതായത് മുരുകൻ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുരുകൻ അവരുടെ രക്ഷയ്ക്ക് എത്തും. അവർക്ക് അത് മാത്രമേ, ഇനി ദൈവം മാത്രമേ രക്ഷയുള്ളൂ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കും എന്നൊരു സൂചന നമ്മുടെ കാക്കാത്തിയമ്മ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അഞ്ജലിയും അതുപോലെ പത്മയും അമ്പലത്തിൽ കയറുമായിരിക്കും കേട്ടോ. അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷ പത്മയുടെ കേസിലുള്ളത്. നമുക്കറിയാം കാർത്തികിന്റെ ഗുണ്ടുകളും കുറുപ്പിന്റെ ഗുണ്ടകൾ എല്ലാം പത്മയെ തേടി നടക്കുകയാണ്. ജീവനോടെ പിടിച്ചു കൊണ്ടുവരാൻ ഈ കാർത്തിക് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അവരുടെ കയ്യിൽ കിട്ടിയാൽ ഉറപ്പായിട്ടും പത്മയുടെ ജീവൻ അവർ എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയുടെ റിവ്യൂയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വളരെ സങ്കടം തോന്നുന്ന ഒരു പ്രൊമോ എന്ന് പറയേണ്ടി വരും കേട്ടോ. കാരണം അനുപമയുടെ ചതിയിൽപ്പെട്ട അമ്പലത്തിൽ നമ്മുടെ അർജുൻ എത്തിക്കഴിഞ്ഞു. അർജുൻ ഇങ്ങനെ അമ്പലത്തിൽ എത്തുന്നു. അവിടെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയാ, ഈ അവിടെയാണെങ്കിൽ ഒരു വിവാഹത്തിന്റെ സംഭവങ്ങളെല്ലാം നടക്കുകയാണ്. അവിടെ അതാ ഒരു സൈഡിൽ പുറമേൽ നമുക്ക് കാണാം കാവ്യ വിവാഹ വേഷത്തില് മണ്ഡപത്തിൽ അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമോ, ഓക്കെ ആവുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ പറയുമ്പോഴത്തേനും, അതായത് രാഘവനോട് പറയണം ഒന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ട് ഇരിക്കുന്ന രീതിയിലൊക്കെ പറയുന്നു. അപ്പം ഒരു സൈഡിലാണ് കാർത്തിക്കും ഗുണ്ടകളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ അർജുൻ പോയി ചാടുന്നത് കേട്ടോ. ഒരു കല്യാണത്തിന്റെ സെറ്റപ്പ് അവിടെ നടക്കുകയാണ്. അവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ അർജുന്റെ അമ്മ നിൽക്കുന്നു. അത് കാണുമ്പോൾ ശരിക്കും ഷോക്കഡായി പോകും അർജുൻ. അതായത് വലിയൊരു ട്രാപ്പിൽ ഏകദേശം പെട്ടു എന്നുള്ള ഒരു കാര്യം നമ്മുടെ അർജുൻ ഏകദേശം മനസ്സിലാക്കി തുടങ്ങുന്ന സമയത്തേക്ക് അർജുന്റെ അച്ഛൻ, അതായത് രാഘവനുണ്ണി വരികയാണ്. രാഘവനുണ്ണി പറയുകയാണ്, 10 മിനിറ്റിനുള്ളിൽ, അതായത് അല്പസമയത്തിന് ശേഷം നിന്റെ വിവാഹം നടക്കാനായിട്ട് പോവുകയാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഇത് കേട്ട് ഒരു വാക്ക് പോലും മിണ്ടാനായിട്ട് നമ്മുടെ അർജുന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം. കാരണം പെട്ടുപോയ ഒരു അവസ്ഥയാണ് എന്ന് അർജുൻ മനസ്സിലാക്കിയാണ്. ഒരു വഴിയും ഇനി രക്ഷപ്പെടാനില്ല. കാരണം ഒരു സൈഡിൽ അച്ഛന്റെ ഭീഷണി,
മറു സൈഡിൽ ഒരു സൈഡിൽ കാർത്തികിന്റെ ഗുണ്ടകളും അമ്മ നിൽക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് പെട്ടൊരവസ്ഥയിലാണ്. തന്നിൽ നിന്ന് എന്നേക്കുമായി അഞ്ജലി വിട്ടുപോകാനായിട്ട് പോവുകയാണ് എന്നുള്ള സത്യം അർജുൻ തിരിച്ചറിയാണ് കേട്ടോ. എന്താണെങ്കിലും വളരെ സങ്കടമുണ്ട് ഇന്നത്തെ പ്രമോ കണ്ടു കഴിഞ്ഞപ്പോൾ. എന്താണെങ്കിലും എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കാനായിട്ട് എന്ത് പോംവഴിയാണ് നമ്മുടെ അർജുനുള്ളത് എന്ന് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക, ഞാനും കാത്തിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.